ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്ലക്ഷനും റിഫ്ലക്ഷൻ്റെ പ്രൂഫും ഒക്കെ കണ്ടു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ റേ ഓപ്റ്റിക്സിൽ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ കോപ്സ്കുലർ തിയറി അനുസരിച്ച് ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ രൂപത്തിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ രണ്ട് മീഡിയത്തെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഡയറക്ഷനിൽ നിന്ന് അല്പം ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ഡയറക്ഷനിൽ പോകുന്നതായിട്ട് കാണുന്നു. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ റെയറർ മീഡിയം ലൈക്ക് എയർ into a denser medium like glass or water, the refracted ray bends towards the normal. And when the ray of light travels from a denser medium to a rarer medium, the ray bends away from the normal. ഈ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. യഥാർത്ഥത്തിൽ ഇത് ഡയറക്ഷൻ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് മാത്രമാണ്. ഇനി ഈ റിഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിഫ്രാക്ഷൻ്റെ സെക്കൻഡ് ലോ ആണ് സ്നെൽസ് ലോ. നിങ്ങൾക്ക് സ്നെൽസ് ലോ അറിയാം. എന്താ സ്നെൽസ് ലോ? The ratio of sine of angle of incidence to sine of angle of refraction is a constant, and that is equal to refractive index of the second medium with respect to first medium. ഇതാണല്ലോ സ്നെൽസ് ലോ. ഈ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ വേവ് തിയറി ഓഫ് ലൈറ്റ് ആണ്. സോ വി ഹാവ് ടു പ്രൂവ് സ്നെൽസ് ലോ യൂസിങ് വേവ് തിയറി ഓഫ് ലൈറ്റ് ഓർ ഹൈജൻസ് പ്രിൻസിപ്പിൾ. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇവിടെ നമുക്ക് റിഫ്രാക്ഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ വേവ് നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പിക്ചർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു ഇൻസിഡൻറ്റ് ബീം ഓഫ് റേ ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടി കടന്ന് തിരിച്ച് വീണ്ടും എയറിലേക്ക് പോകുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുക. ദിസ് ഈസ് യൂസിങ് പാർട്ടിക്കിൾ നേച്ചർ. അതുപോലെ തന്നെ ആ റേ ഓഫ് ലൈറ്റിനെ വേവ് നേച്ചർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ക്രസ്റ്റിൻ്റെയും ട്രഫിൻ്റെയും രൂപത്തിൽ. അപ്പോൾ ഇവിടെ ആ വേവ് എഡ്ജാണ് ഇവിടെ ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുക. ഇനി റിഫ്രാക്ഷൻ്റെ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഹൈജൻസ് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ എടുത്തതുപോലെ തന്നെ വേവ് ഫ്രണ്ട് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് എ ബീം ഓഫ് ഇൻസിഡൻറ്റ് റേസ്, പാരലൽ റേസ് falling on the refracting surface which is separating a two media of different refractive indices. So we have first medium, a rarer medium, and the second medium, a denser medium. A beam of parallel light gets incident on the surface of separation of the two medium, and the rays are traveling from a rarer to a denser medium. നമുക്കറിയാം the ray will bend towards the normal. അതുകൊണ്ടാണ് ഇനിഷ്യൽ ഡയറക്ഷനിൽ നിന്ന് അല്പം ഈ ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്ത റേ വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വേവ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഇൻസിഡൻറ്റ് ബീമിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിൻ വേവ് ഫ്രണ്ടുകൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുക. ഓരോന്നും ഓരോ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടുകളാണ്. അതിൽ ഈ റിഫ്രാക്റ്റിംഗ് സർഫസിനെ എ എന്ന പോയിന്റിൽ ടച്ച് ചെയ്യിക്കുന്ന എ ബി എന്ന റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഈ റേ നമ്മൾ പറഞ്ഞു ഡെൻസർ മീഡിയത്തിലേക്ക് റിഫ്രാക്റ്റ് ചെയ്ത് കടന്നു പോകുന്നു. അങ്ങനെ പോകുന്ന റിഫ്രാക്റ്റഡ് റേസിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്സ് വരയ്ക്കാം. അതാണ് ബ്ലൂ കളറിലിവിടെ കാണിച്ചിരിക്കുക. ഓരോന്നും ഓരോ ലൈനും ഓരോ പ്ലെയിൻ വേവ് ഫ്രണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ആദ്യത്തെ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ സി റിഫ്രാക്റ്റിംഗ് സർഫസിലെ ഒരു പോയിൻ്റായ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് ഫ്രണ്ട് സി ഡി ആണ് നമ്മളിവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഹൈജൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ വി ക്യാൻ ഡിഫൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എ ബി ആൻഡ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ്. So this is the angle of incidence. Angle BAC is the angle of incidence. അതുപോലെ we can define angle of refraction
as the angle between the refracted ray CD and the refracting surface. So here the angle of refraction is angle DCA, and that is R, denoted by R. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാകണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സംബന്ധിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നറിയാം. ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ഒരു ഡിസ്റ്റർബൻസിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. അവയിൽ നിന്ന് സെക്കൻഡറി വേവ്സ് എമർജ് ചെയ്യുന്നു. ഈ സെക്കൻഡറി വേവ്സ് അതിന് കടന്നു പോകേണ്ട മീഡിയത്തിൽ കൂടിയൊക്കെ കടന്ന് സെക്കൻഡറി വേവ് ഫ്രണ്ടിൽ എത്തിച്ചേരുന്നു. ഒരു ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡറി വേവ്സിന് തൊട്ടടുത്ത മറ്റൊരു സെക്കൻഡറി വേവ് ഫ്രണ്ടിലേക്ക് എത്താനെടുക്കുന്ന ടൈം എല്ലാ വേവ്സിനും സെയിം ആയിരിക്കും. അതാണ് ഹൈജൻസ് പ്രിൻസിപ്പിളിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതായത് ബിയിൽ നിന്ന് വേവ് സിയിൽ എത്താനെടുക്കുന്ന ടൈമും എയിൽ നിന്ന് ഡിയിൽ വേവ് എത്താനെടുക്കുന്ന ടൈമും സെയിം ആണ്. സെക്കൻഡ് മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ ഡെൻസർ മീഡിയമാണ്, അവിടെ വെലോസിറ്റി കൂടുതലാണ് ലൈറ്റിന്. പക്ഷെ വെലോസിറ്റി കൂടിയാലും വേവ് ഡിയിലെത്തുന്നത് പ്രൈമറി വേവ് ഫസ്റ്റ് മീഡിയത്തിൽ കൂടി ബിയിൽ നിന്ന് സിയിൽ എത്താനെടുക്കുന്ന ആ ഒരു ഫിക്സഡ് ടൈമിൽ തന്നെയായിരിക്കും. അതാണ് ഹൈജൻസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രത്യേകത. ടൈം ടി വിൽ ബി ദ സെയിം. പക്ഷെ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് മീഡിയത്തിൽ അത് V1 ആണ് എങ്കിൽ സെക്കൻഡ് മീഡിയത്തിൽ V2 ആണെങ്കിൽ. അപ്പോൾ ഈ ബി സി എന്നുള്ള ഡിസ്റ്റൻസ് V1T എന്നും അതുപോലെ എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് V2T എന്നും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എ ബി എന്ന വേവ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്സ് സി ഡിയിൽ എത്തുന്നത് ഒരേ ഫേസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് ക്രസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ബി സി എന്നുള്ള ഡിസ്റ്റൻസ് ഒരു വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയ ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ സിയിൽ അത് ക്രസ്റ്റ് എന്നുള്ള അവസ്ഥയിലായിരിക്കും എത്തുക. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്രസ്റ്റും ഡിയിലെത്തുമ്പോൾ ക്രസ്റ്റ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. അതാണ് സെയിം ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കുള്ള വേവ് ലെങ്ത് നമ്മൾ λ1 എന്നെടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് അല്ലെങ്കിൽ λ2 തുല്യമായിരിക്കും. അപ്പോൾ ടൈം രണ്ട് വേവ്സിനും സെയിം ആണ്. ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിൽ നിന്ന് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിലേക്ക് എത്താൻ മീഡിയം മാറുമ്പോൾ വെലോസിറ്റി മാറുന്നു, അതുപോലെ തന്നെ വേവ് ലെങ്തും മാറുന്നു. ആ കാര്യം കൂടി നമ്മൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് സ്നെൽസ് ലോയുടെ പ്രൂഫിലേക്ക് കിടക്കാം. റിഫ്ലക്ഷൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തതുപോലെ തന്നെ റിഫ്രാക്ഷന് വേവ് ഫ്രണ്ട് കൺസെപ്റ്റ് എടുത്തുകൊണ്ട് വി ക്യാൻ പ്രൂവ് സ്നെൽസ് ലോ. അതിനുവേണ്ടി ലെറ്റസ് കൺസിഡർ എ റിഫ്രാക്റ്റിംഗ് സർഫസ് XY which separate two media of refractive indices. ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി C1 എന്നും സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി C2 എന്നും കൺസിഡർ ചെയ്യുക. PA എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. PAക്ക് പാരലലായിട്ട് അനേകം റേസ് ഉണ്ട്. സോ വി ആർ കൺസിഡറിങ് എ ബീം ഓഫ് ഇൻസിഡൻറ്റ് റേ between PA and QC which are parallel to each other. An incident wavefront is the wavefront drawn perpendicular to the incident rays, that is AB. അതുപോലെ ഈ റേസ് ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. റിഫ്രാക്റ്റഡ് റേസും പാരലലായിട്ടാണ് കടന്നു പോവുക. ആ റിഫ്രാക്റ്റഡ് റേസിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് CD വരയ്ക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ട്രയോപ്റ്റിക്സിൽ നിങ്ങൾക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് PAN ആണ്, ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. ഇനി ഈ PAN എന്ന് പറയുന്നത് ആംഗിൾ BACക്ക് ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ PAN ഈക്വൽ ടു ആംഗിൾ BAC ഈക്വൽ ടു I, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Thus we can define angle of incidence as the angle between the refracting surface and the incident wavefront in wave optics. ഇതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേസും കൺസിഡർ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്ത് നോക്കാം.
By Huygens principle, every point on the incident wavefront AB produces secondary waves and reach the secondary wavefront in the same time. അപ്പോൾ അങ്ങനെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്സ് സിയിലെത്തുന്ന അതേ സമയത്ത് തന്നെ എയിൽ നിന്നും ഡിയിലേക്കും വേവ് എത്തിച്ചേരുന്നു. അതാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, എ സെൻറ്ററായിട്ട് എടുത്തുകൊണ്ട് എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടും എടുത്തുകൊണ്ട് നമുക്കൊരു റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്, ഒരു സർക്കിളിൻ്റെ കർവ് വരയ്ക്കാം. ഈ കർവ് ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് ഫീൽ ചെയ്യും when the rays are parallel and very close to each other. അപ്പോൾ അങ്ങനെ എ ഡി റേഡിയസ് ആയിട്ടുള്ള ഒരു റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് സി ഡി നമ്മൾ വരയ്ക്കുന്നു. ഈ എ ഡി എന്ന് പറയുന്നത് C2 ഇൻറ്റു ബി സി ബൈ C1 തുല്യമാണ്. കാരണം ടൈം രണ്ടെണ്ണത്തിനും സെയിം ആണ്. ബിയിൽ നിന്ന് സിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും എയിൽ നിന്ന് ഡിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും സെയിം ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ടൈം ടി എന്നെടുക്കുകയാണെങ്കിൽ ഈ മീഡിയത്തിലെ വെലോസിറ്റി C1 ആണെങ്കിൽ ബി സി ഈക്വൽ ടു C1 ഇൻറ്റു ടി എന്ന് എഴുതാം. അതിൽ നിന്നാണ് നമ്മൾ ടിക്ക് പകരം ബി സി ബൈ C1 എന്നെഴുതുക. ഇനി സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റ് വെലോസിറ്റി C2ഉം വേവ് എത്താൻ എടുക്കുന്ന ടൈം ടിയും ആണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് C2 ഇൻറ്റു ടി ആണ്. അതിൽ ആ ടിക്ക് പകരമാണ് ബി സി ബൈ C1 എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ബി സി ഇൻറ്റു C2 ബൈ C1 റേഡിയസ് ആയിട്ടുള്ള ഒരു ആർക്കാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് സി ഡി എന്നുള്ള റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് സി ഡി ആണെങ്കിൽ ആംഗിൾ ഡി സി എ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനും റിഫ്രാക്റ്റിംഗ് സർഫസിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുക. റേ ഓപ്റ്റിക്സിൽ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആണ്. ആംഗിൾ ഡി എ എൻ ഡാഷ് എന്ന് എഴുതാം. ഈ ഡി എ എൻ ഡാഷ് 6 ആണെങ്കിൽ ഈ ആംഗിൾ ഇവിടെ ഇത് 90 മൈനസ് 6 വരും. ഈ ആംഗിൾ 90 വരും. സോ ദിസ് ആംഗിൾ ബിക്കംസ് സ്മോൾ ആർ. അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ angle of refraction can be defined as the angle between refracted wavefront and the refracting surface. അങ്ങനെ പഠിച്ചാലും മതി. ഇനി നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സ്നെൽസ് ലോയുടെ ആക്ച്വലായിട്ടുള്ള പ്രൂഫിലേക്ക് തന്നെ കടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഫിഗർ തന്നെ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബിയിൽ നിന്ന് സിയിലേക്ക് ഫസ്റ്റ് മീഡിയത്തിൽ കൂടി വേവ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും എയിൽ നിന്ന് ഡിയിലേക്ക് വേവ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും സെയിം ആണ്. രണ്ടും ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി C1 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു ടി ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ഡി ക്യാൻ ബി റിട്ടൺ ആസ് C2 ഇൻറ്റു ടി സിൻസ് C2 is the velocity of light in second medium. And T is same for both rays. So we'll get BC by AD equal to C1 by C2. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾഡ് ആണ്. കാരണം എന്താ, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഈ റേക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സിയിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ വി ക്യാൻ റൈറ്റ് സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി by hypotenuse AC. അതുപോലെ വി ക്യാൻ റൈറ്റ് സൈൻ ആർ ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിൾ എ ഡി സിയിൽ നിന്ന് വി ക്യാൻ റൈറ്റ് സൈൻ ആർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അവിടെ എ ഡി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ സി. സോ വി ഗെറ്റ് സൈൻ ആർ ഈക്വൽ ടു എ ഡി ബൈ എ സി. Now it is sin I by sin R. From these two equations we will get sin I by sin R equal to BC by AD. AC എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ നമ്മൾ കണ്ടു ബി സി ബൈ എ ഡി എന്തിനു തുല്യമായിരുന്നു, C1 ബൈ C2 തുല്യമാണ്. സോ വി ക്യാൻ റൈറ്റ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു ബി സി ബൈ എ ഡി, ദറ്റ് ഈസ് ഈക്വൽ ടു ബി സിക്ക് പകരം C1t ബൈ എ ഡിക്ക് പകരം C2t. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു C1 ബൈ C2. സോ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ is equal to C1 by C2, that is velocity of light in first medium by velocity of light in second medium. This is a constant.
ആൻഡ് ദിസ് ഈസ് ആക്ച്വലി സ്നെൽസ് ലോ. ഇനി C1 പക്ഷേ ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ C1 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N1 ആൻഡ് C2 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N2. So we can write sin A by sin R equal to C1 by C2, that is equal to N2 by N1, that is refractive index of second medium with respect to first medium, and this is Snell's law. So we have proved Snell's law. ഈ സ്നെൽസ് ലോയുടെ പ്രൂഫ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ടും എഴുതി പഠിക്കണം. നോട്ട് തരാം, ആ നോട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുന്നതിനുള്ള ആ ഫിഗർ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഉണ്ട് AB, പാരലൽ ഇൻസിഡൻറ്റ് റേസിന് പെർപെൻഡിക്കുലറായിട്ട് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്, അതുപോലെ റിഫ്രാക്റ്റഡ് റേസിന് പെർപെൻഡിക്കുലറായിട്ട് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് CD, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നിപ്പോൾ നമുക്ക് വലിയ ആവശ്യമില്ല അതുകൊണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് റേ ഇൻസിഡൻറ്റ് റേ ഫസ്റ്റ് മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്ത് സെക്കൻഡ് മീഡിയത്തിലേക്ക് റിഫ്രാക്ഷന് വിധേയമായിട്ട് കടന്നു പോകുന്നതായിട്ട് വിചാരിക്കാം. ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി C1 എന്നും സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി C2 ആണെന്ന് വിചാരിക്കാം. ആൻഡ് ലെറ്റ് λ1 and λ2 are the wavelength of light in the first and the second medium respectively, and nu1 nu2 are the frequencies of the light in first and the second medium. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് nu1 nu2 തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നു. ഹൈജൻസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിൽ നിന്ന് ഓരോ പോയിന്റിൽ നിന്നും സെക്കൻഡറി വേവ്സ് എമർജ് ചെയ്യപ്പെടുന്നു. അവ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനെല്ലാ വേവ്സും ഒരേ സമയമാണ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വേവ് ഫ്രണ്ടിലേക്ക് വേവ്സ് ഒരേ സമയത്താണ് എത്തിച്ചേരുക, എനർജി എത്തിച്ചേരുന്ന ഒരേ സമയത്താണ്. അപ്പോൾ ഈ വേവ് ഫ്രണ്ടിലെ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ളൊരു പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് ഒരേ സമയത്താണ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ്സ് എല്ലാം ഒരേ സമയത്താണ് സെക്കൻഡറി വേവ് ഫ്രണ്ടിലെ കറസ്പോണ്ടിങ് പോയിന്റുകളിൽ എത്തിച്ചേരുക. അപ്പോൾ CD എന്ന വേവ് ഫ്രണ്ടിലെയും എല്ലാ പാർട്ടിക്കിൾസും ഒരേ സമയത്താണ് എനർജി റിസീവ് ചെയ്യുന്നതും ഒരേ സമയത്താണ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ഒരേ ഫേസിലായിരിക്കും എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Bയിൽ നിന്ന് Aയിൽ നിന്ന് ഒരേ ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്സ് Cയിലും Dയിലും കറസ്പോണ്ടിങ് ആയിട്ട് എത്തിച്ചേരുന്നതും ഒരേ ഫേസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ Bയിൽ നിന്നൊരു വേവ് ക്രസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ Aയിൽ നിന്നും ക്രസ്റ്റിൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇനി ആ വേവ് Cയിലെത്തുമ്പോൾ അടുത്ത ക്രസ്റ്റിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ Aയിൽ നിന്ന് ക്രസ്റ്റോടെ സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് Dയിലെത്തുമ്പോഴും ക്രസ്റ്റിലായിരിക്കണം. അതായത് Bയിൽ നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഫസ്റ്റ് മീഡിയത്തിലെ വേവ് ലെങ്ത്തിന് തുല്യമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് ക്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, Cയിലെത്തുമ്പോൾ തൊട്ടടുത്ത ക്രസ്റ്റിൽ വേവ് എത്തി. അങ്ങനെയാണെങ്കിൽ Aയിൽ നിന്ന് ക്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേവും തൊട്ടടുത്ത ക്രസ്റ്റ് ആവുമ്പോഴേക്കും എവിടെ എത്തണം? Dയിലെത്തണം. അതായത് AD എന്നുള്ള ഡിസ്റ്റൻസ് സെക്കൻഡ് മീഡിയത്തിലെ വേവ് ലെങ്ത്തിന് തുല്യമായിരിക്കണം. സോ ഇഫ് BC ഈക്വൽ ടു λ1 then AD ഈസ് ഈക്വൽ ടു λ2 എന്നുള്ളതാണ് കൺസെപ്റ്റ്. സോ വി ക്യാൻ റൈറ്റ് BC ബൈ AD ഈക്വൽ ടു λ1 ബൈ λ2. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ് Bയിൽ നിന്ന് Cയിലേക്ക് വേവ് എത്താനെടുക്കുന്ന ടൈമും Aയിൽ നിന്ന് Dയിലേക്ക് എത്താനെടുക്കുന്ന ടൈമും സെയിം ആണ്, അത് T എന്ന് വിചാരിക്കും. പക്ഷെ ലൈറ്റിൻ്റെ വെലോസിറ്റി രണ്ട് മീഡിയത്തിലും ഡിഫറെൻ്റ് ആണ്. അത് ഫസ്റ്റ് മീഡിയത്തിൽ C1 സെക്കൻഡ് മീഡിയത്തിൽ C2 ആണ് അല്ലേ.
അപ്പോൾ ബി സി എന്നുള്ള ഡിസ്റ്റൻസിന് നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതിയാൽ വിൽ ഗെറ്റ് ബി സി ഈക്വൽ ടു C1t ആൻഡ് AD ഈക്വൽ ടു C2 ഇൻറ്റു ടി. So we can write BC by AD equal to C1 by C2 or C1t by C2t. T cancel ചെയ്തിട്ട് C1 by C2 എന്ന് കിട്ടും. ഇനി വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഒക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. C ഈക്വൽ ടു ന്യൂ ലാംഡ, V ഈക്വൽ ടു ന്യൂ ലാംഡ എന്നൊക്കെ ആയിരിക്കും പഠിച്ചത്. വിക്ക് പകരം ഇവിടെ C ആണെന്നേ ഉള്ളൂ. അപ്പോൾ C ഈക്വൽ ടു ന്യൂ ലാംഡ ആ ഇക്വേഷനിൽ ആകുമ്പോൾ C1 പകരം നമുക്ക് എന്തെഴുതാം? ന്യൂ1 λ1, ന്യൂ1 ഫ്രീക്വൻസി, λ1 വേവ് ലെങ്ത് ഇൻ ദ ഫസ്റ്റ് മീഡിയം. അതുപോലെ C2 പകരം എന്തെഴുതാം? ന്യൂ2 λ2. സോ വി ഗെറ്റ് ബി സി ബൈ AD ഈക്വൽ ടു ന്യൂ1 λ1 ബൈ ന്യൂ2 λ2. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡും എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. So we'll get λ1 by λ2 is equal to ന്യൂ1 λ1 by ന്യൂ2 λ2. രണ്ട് സൈഡിലും λ1 by λ2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. So we'll get ലെഫ്റ്റ് സൈഡിൽ 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ന്യൂ1 by ന്യൂ2 or ന്യൂ1 by ന്യൂ2 ഈക്വൽ ടു 1 and we can write ന്യൂ1 ഈക്വൽ ടു ന്യൂ2. That means there is no change in frequency when a light ray travels from one medium to another medium. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ കളറിലും ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഫസ്റ്റ് മീഡിയത്തിൽ കൂടി വരുന്ന ബ്ലൂ ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിലും ബ്ലൂ ലൈറ്റായിട്ട് തന്നെ കടന്നു പോകും വിത്ത് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. അത് വെച്ച് പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ലൈറ്റിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ മാറുന്നുണ്ട്. ഫസ്റ്റ് മീഡിയത്തിൽ നമ്മൾ C1 എടുത്താൽ സെക്കൻഡ് മീഡിയത്തിൽ മറ്റൊരു വാല്യൂ എടുക്കണം C2. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വേവ് ലെങ്ത്തിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് മീഡിയത്തിൽ λ1 ആണെങ്കിൽ സെക്കൻഡ് മീഡിയത്തിൽ λ2 എന്ന് എടുക്കണം. ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഇതും പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക് കൂടി ഇതിനകത്ത് വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ് us കൺസിഡർ എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2 ഓഫ് റിഫ്രാക്റ്റീവ്. ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്നും സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ്സ് ഇൻഡെക്സ് N2 എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം സ്നെൽസ് ലോ അനുസരിച്ച് വി ക്യാൻ റൈറ്റ് N2 by N1 ഈക്വൽ ടു sin A by sin R. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടു ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു C1 by C2. സോ വി ക്യാൻ റൈറ്റ് refractive index of the second medium with respect to first medium is equal to N2 by N1. That is also equal to C1 by C2. ഇനി C1 എന്നുള്ളതിന് പകരം ന്യൂ1 λ1 എന്നെഴുതാം ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്ത്തിൻ്റെ ഒക്കെ ടേംസിൽ. അതുപോലെ C2 പകരം നമുക്ക് എന്തെഴുതാം? ന്യൂ2 λ2 എന്നെഴുതാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു ന്യൂ1ഉം ന്യൂ2ഉം ഈക്വലാണ്. There is no change in frequency when light travels from one medium to another. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ1നും ന്യൂ2നും പകരം ന്യൂ എന്ന് തന്നെ എഴുതിയിരിക്കുക. സോ വി ക്യാൻ ക്യാൻസൽ ന്യൂ ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ വിൽ ഗെറ്റ് N2 by N1 ഈസ് ഈക്വൽ ടു λ1 by λ2. ഇതാണ് വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ള ഇക്വേഷൻ. So refractive index of second medium with respect to first medium is equal to wavelength of light in first medium by wavelength of light in second medium. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വെലോസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷനും N21 ഈക്വൽ ടു C1 by C2. Refractive index of second medium with respect to first medium equal to velocity of light in first medium by velocity of light in സെക്കൻഡ് മീഡിയം. ഇതൊക്കെ ചെറിയ പ്രോബ്ലംസിനൊക്കെ നമുക്ക് ആവശ്യം വരും.
അല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഇനി നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ടേമും കൂടി ഒന്ന് നോക്കാം. വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ നിങ്ങൾക്കറിയാം, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലൈറ്റ് വാക്വത്തിൽ നിന്ന് അല്ലെങ്കിൽ എയറിൽ നിന്ന് ആ തന്നിരിക്കുന്ന മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴുള്ള കേസ് എടുത്തുകൊണ്ടാണ്. When light travels from vacuum into a medium, refractive index of the medium is called absolute refractive index. And absolute refractive index N can be defined as the ratio of light in first medium, that is air, divided by velocity of light in the medium Cm, or we can write N equal to C by V. അതുപോലെ തന്നെ വേവ് ലെങ്ത്തിൻ്റെ ടേംസിലും വി ക്യാൻ റൈറ്റ് N equal to ലാംഡ ബൈ ലാംഡ എം, വേർ ലാംഡ ഈസ് വെലോസിറ്റി ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ ആൻഡ് ലാംഡ എം ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ദ ഗിവൺ മീഡിയം. ഇനി നമുക്ക് ഈ റിഫ്രാക്ഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടുത്ത ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഹൈജൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? നിങ്ങൾക്കറിയാം, ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് റേ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഗ്ലാസ് ആണ് നമ്മുടെ ഫസ്റ്റ് മീഡിയം, എയർ സെക്കൻഡ് മീഡിയം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രീൻ കളർ റേ എടുക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ θ1 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള റേ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ സർഫസിൽ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. ഇപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, റേ ഓഫ് ലൈറ്റ് നോർമലിൽ നിന്ന് അകലേക്കാണ് ബെൻഡ് ചെയ്യുക. സോ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലിൽ നിന്ന് ബെൻഡ് ചെയ്ത് ദൂരേക്ക് മാറിയാണ് ഡീവിയേറ്റ് ചെയ്താണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് കാണാം, വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, റേ ഓഫ് ലൈറ്റ് ഫർദർ ഡെൻസ് അവേ. സർഫസിനോട് അടുത്തേക്കാണ് വരിക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച്. ആൻഡ് ദെൻ ഫോർ എ പർട്ടിക്കുലർ ആംഗിൾ കോൾഡ് ക്രിറ്റിക്കൽ ആംഗിൾ, ഈ റെഡ് ലൈൻ കാണുന്നത് പോലെ ക്രിറ്റിക്കൽ ആംഗിളിന് തുല്യമായ ഒരു ആംഗിളിൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന റേക്ക് എന്താ സംഭവിക്കാം? ദ റേ പാസസ് ത്രൂ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ സച്ച് ദാറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ എയർ ഈസ് 90 ഡിഗ്രി. ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുക. ക്രിറ്റിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ എ ഡെൻസർ മീഡിയം when the angle of refraction in air is 90 degree എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ നമ്മൾ കണ്ടു, when the angle of incidence is greater than the critical angle, as in the case of blue ray, the ray does not pass into air or it does not pass through the surface. പിന്നെ എന്താ സംഭവിക്കുക? The ray is getting reflected back into the glass medium itself, and this phenomenon is called total internal reflection. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ എന്നുള്ളതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ് ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രീൻ കളറിൽ കണ്ടതുപോലെ ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിലേക്ക് റിഫ്രാക്ഷന് വിധേയമായിട്ട് കടന്നു പോകും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിന് തുല്യമാണെങ്കിൽ എന്താ സംഭവിക്കുക? റേ ഓഫ് ലൈറ്റ് സർഫസിൽ കൂടി പാസ് ചെയ്യും. ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 90 ഡിഗ്രി. ഇനി ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വേണ്ട കണ്ടീഷൻ. ദാറ്റ് ഈസ് വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ, ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഡെൻസർ മീഡിയം. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹൈജൻസ് തിയറി അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച്
എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഡെൻസർ മീഡിയം ഉണ്ട്, സെക്കൻഡ് മീഡിയം റെയറർ മീഡിയമാണ്. റേ ഓഫ് ലൈറ്റ് ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന്, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് കടക്കുക. ലെറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ലെസ് ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്കറിയാം, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് കടക്കുമ്പോൾ റേ ഓഫ് ലൈറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ ആൻഡ് ദിസ് ഈസ് ദ റിഫ്രാക്റ്റഡ് ബീം ഓഫ് ലൈറ്റ്. ഇനി ഇവിടെ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് AB ആണ്, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് CD. അതുപോലെ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിലെ Bയിൽ നിന്ന് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിലെ Cയിലേക്ക് വേവ് എത്താനെടുക്കുന്ന ടൈമും ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിലെ Aയിൽ നിന്ന് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിലെ Dയിലേക്ക് വേവ് എത്താനെടുക്കുന്ന ടൈമും സെയിം ആണ്. ഇവിടെ ഫസ്റ്റ് മീഡിയത്തിൽ, അതായത് ഡെൻസർ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് C1 എന്ന് വിചാരിക്കാം. അപ്പോൾ BC എന്നുള്ള ഡിസ്റ്റൻസ് C1 ഇൻറ്റു Tക്ക് തുല്യമാണ്. സെക്കൻഡ് മീഡിയത്തിലെ വെലോസിറ്റി C2 ആണെങ്കിൽ AD ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു T. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് Tക്ക് പകരം നമുക്ക് BC ബൈ C1 എന്ന് എഴുതാം. അപ്പോൾ AD എന്നുള്ളതിന് നമുക്ക് AD ഈക്വൽ ടു C2 ഇൻറ്റു T, Tക്ക് പകരം BC ബൈ C1 എന്നെഴുതാം. സോ വിൽ ഗെറ്റ് AD ഈക്വൽ ടു BC ഇൻറ്റു C2 ബൈ C1. നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ വെലോസിറ്റി ലൈറ്റിന് കുറവാണ്. അപ്പോൾ C1 ഈസ് ലെസ് ദാൻ C2. C1 C2വിനേക്കാൾ കുറവായതുകൊണ്ട് BC ഇൻറ്റു C2 ബൈ C1ൻ്റെ വാല്യൂ, അതായത് ADയുടെ വാല്യൂ BCയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ C1 ലെസ് ദാൻ C2, സോ AD ഈസ് ഗ്രേറ്റർ ദാൻ BC when the refracted ray is traveling from a denser to rarer medium. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതോറും റേ ഇങ്ങനെ ചെരിഞ്ഞു വരും അല്ലേ? അതുപോലെ റിഫ്രാക്റ്റഡ് റേ കുറച്ചുകൂടി സർഫസിന് അടുത്തേക്ക് ബെൻഡ് ചെയ്ത് വരും. അങ്ങനെ വരുന്നതിനനുസരിച്ച് AD എന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വരും, കൂടി വരും. അവസാനം when angle of incidence is equal to critical angle, ഈ ഫിഗർ കാണിച്ചതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിന് തുല്യമാകുമ്പോൾ നമുക്കറിയാം റേ ഓഫ് ലൈറ്റ് സർഫസിൽ കൂടി പോകും. ആ കേസിൽ ഇവിടുത്തെ AD എന്നുള്ളത്, ഇവിടെ ഈ ഡിസ്റ്റൻസ് AD എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി? AC എന്ന ഡിസ്റ്റൻസിന് ഈക്വലായി. അതുപോലെ എല്ലാ ഇൻസിഡൻറ്റ് റേസും സർഫസിൽ തട്ടിയിട്ട് ഈ റിഫ്രാക്റ്റിംഗ് സർഫസിന് പാരലലായിട്ട് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് CD എന്നുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും CD ചെറുതായി വരും. ക്രിറ്റിക്കൽ ആംഗിളിന് തുല്യമാകുമ്പോഴേക്കും ഈ വേവ് ഫ്രണ്ട് CD എന്നുള്ളത് ഒരു പോയിന്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. സോ വെൻ I equal to C, AD becomes equal to AC and the wave originating from A passes through C. അതായത് Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേവ് Cയിൽ കൂടി കടന്നു പോകും. എപ്പോഴ്? Bയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് Cയിലെത്തുമ്പോഴേക്കും. അങ്ങനെ എല്ലാ റേസും ഒരുമിച്ചായിരിക്കും ഈ സർഫസ് ഓഫ് സെപ്പറേഷനെ കൂടി കടന്നു പോവുക. അതുപോലെ നമ്മൾ കണ്ടു CD-യുടെ വാല്യൂ കുറഞ്ഞു വരും, ചെറുതായി വന്നതൊരു പോയിന്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ ഉള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുക. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആകുമ്പോഴേക്കും റേ ഓഫ് ലൈറ്റിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. So this is the explanation of total internal reflection using Huygens principle. അടുത്ത് നമ്മൾ സൗണ്ട് വേവ്സിൻ്റെ കേസിൽ നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഈ സെയിം എഫക്റ്റ് നമുക്ക് ലൈറ്റിൻ്റെ കേസിലും ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു സോഴ്സും ആ സൗണ്ട് കേൾക്കുന്ന ഒരു ലിസണറും രണ്ടുപേരും റെസ്റ്റിലാണെങ്കിൽ സോഴ്സ് പുറപ്പെടുവിക്കുന്ന അതേ ഫ്രീക്വൻസിയിൽ തന്നെയാണ് ലിസണർ സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ഇതിൽ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ, സോഴ്സ് പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസിയിലല്ല ലിസണർ ആ സൗണ്ട് കേൾക്കുക. ദർ ഈസ് എ ചേഞ്ച് ഇൻ സൗണ്ട്
as heard, frequency of sound as heard by the listener. And that phenomenon is called Doppler effect. ഇതുപോലെ ലൈറ്റിൻ്റെ കേസിൽ ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഒരു ട്രക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ട്രക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു, അതുപോലെ ബാക്കിൽ മറ്റൊരാൾ നിൽക്കുന്നു. ഈ ട്രക്കിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റിൻ്റെ കളർ യഥാർത്ഥത്തിൽ ബ്ലൂ കളറാണെന്ന് വിചാരിക്കും. പക്ഷെ ട്രക്ക് ഹൈ സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഈ ബ്ലൂ കളറിലുള്ള ലൈറ്റ് വയലറ്റ് ലൈറ്റായിട്ടാണ് ഒബ്സർവ് ചെയ്യുക. അതായത് വേവ് ലെങ്ത് കുറഞ്ഞ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു കളറായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഇനി പുറകിൽ നിൽക്കുന്ന ആളിൽ നിന്ന് ട്രക്ക് അകന്നു പോവുകയാണ് ഹൈ സ്പീഡിൽ. അപ്പോൾ ഈ ട്രക്ക് പുറപ്പെടുവിക്കുന്ന ലൈറ്റ് ബ്ലൂ ആണെങ്കിലും ആ പുറകിൽ നിൽക്കുന്ന ആളിനെ അത് റെഡായിട്ടാണ് ഒബ്സർവ് ചെയ്യുക. എനർജി കുറഞ്ഞ വേവ് ലെങ്ത് കൂടിയ റെഡ് കളറിലാണ് ഒബ്സർവ് ചെയ്യുക. ഈ ഒരു അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ഒബ്സർവർ വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഒബ്സർവർ ആൻഡ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. ഇതിനെയാണ് നമ്മൾ ലൈറ്റിൽ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടു, ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ബ്ലൂ കളർ എന്തായിട്ട് തോന്നുന്നു, വയലറ്റ് കളറായിട്ട് തോന്നുന്നു. അതായത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നതായിട്ട് തോന്നുന്നു. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഈ സൗണ്ടിൻ്റെ ബ്ലൂ ആയിരുന്ന റെഡായിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് എനർജി കുറഞ്ഞ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റായിട്ടാണ് കിട്ടുന്നത്. ഈ എഫക്റ്റിനെയാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വെൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ന്യൂ ഈസ് സ്റ്റേഷനറി, തിരിച്ചുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഇത് ഈ റെസ്റ്റിലാണ് ഈ സോഴ്സ് എങ്കിൽ ആൻഡ് ഒബ്സർവർ മൂവ്സ് ടുവേർഡ്സ് ദ സോഴ്സ്, ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ സോഴ്സിന് അടുത്തേക്ക് ചെല്ലുക എന്ന് വിചാരിക്കുക വിത്ത് എ വെലോസിറ്റി v. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് സോഴ്സ് റെസ്റ്റിൽ നിന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾ സോഴ്സിന് അടുത്തേക്ക് ചെല്ലുന്ന ഒരു എഫക്റ്റ്. ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലൂ ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബ്ലൂ കളറിലുള്ള ലൈറ്റിനെ വയലറ്റായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ലൈറ്റിന് വയലറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് ഫ്രീക്വൻസി കൂടി ഫീൽ ചെയ്യുന്നു. അതാണ് ബ്ലൂ ഷിഫ്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ സംഭവിക്കുക. അതായത് ഒബ്സർവർ റെസ്റ്റ് നിന്നിട്ട് സോഴ്സ് ഒബ്സർവറുടെ അടുത്തേക്ക് ഇല്ല. അപ്പോൾ രണ്ട് കേസിലും ഈ ബ്ലൂ ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാം. അന്നേരം അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി കാണുന്നതിനുള്ള ഇക്വേഷനാണ്, അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 + v/c. ന്യൂ ഡാഷ് എന്ന് പറയുന്നത് അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറയുന്നത് സോഴ്സ് ആക്ച്വലായിട്ട് പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസി. വി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് ആരാണോ, അപ്പോൾ സോഴ്സാണ് മൂവ് ചെയ്യുന്നെങ്കിൽ സോഴ്സിൻ്റെ വെലോസിറ്റി, ഒബ്സർവറാണ് മൂവ് ചെയ്യുന്നെങ്കിൽ ഒബ്സർവറുടെ വെലോസിറ്റി, ആൻഡ് സി ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇതാണ് ബ്ലൂ ഷിഫ്റ്റ്. ഇപ്പോൾ ഒന്നെങ്കിൽ സോഴ്സ് റെസ്റ്റ് നിന്നിട്ട് ഒബ്സർവർ സോഴ്സിന് അടുത്തേക്ക് ഇല്ല, അല്ലെങ്കിൽ ഒബ്സർവർ റെസ്റ്റ് നിന്നിട്ട് സോഴ്സ് ഒബ്സർവറുടെ അടുത്തേക്ക് ഇല്ല. അപ്പോൾ ആക്ച്വൽ ലൈറ്റിനേക്കാൾ ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് കാണുന്നു. അതാണ് ബ്ലൂ ഷിഫ്റ്റ്. ഇനി നമ്മൾ ബാക്കിൽ നിന്നയാളുടെ കേസ് പറഞ്ഞു. സോഴ്സ് ഒബ്സർവറിൽ നിന്ന് അകന്നു പോകുന്നു, ഒബ്സർവർ റെസ്റ്റിലായിട്ട്. അപ്പോൾ ഫ്രീക്വൻസി കുറയുന്ന ഫീലിംഗ് ഉണ്ടാകും. അതാണ് റെഡ് ഷിഫ്റ്റ്. ഇതിന് നേരെ തിരിച്ച് സംഭവിക്കുക. അതായത് സോഴ്സ് റെസ്റ്റിലായിട്ട് ഈ ഒബ്സർവർ ബാക്കിലേക്ക് അകന്നു പോകുന്ന ഒരു കേസിലും റെഡ് ഷിഫ്റ്റ് തന്നെ ഒബ്സർവ് ചെയ്യാം. റെഡ് ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 - v/c. And the condition, if the source moves away from the stationary observer, as in this case, or when the observer is moving away from the stationary source, the apparent frequency is given by this equation. And this is called a Doppler effect in light. ഡോപ്ലർ എഫക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫിഗറാണിത്. നമ്മുടെ എർത്താണെന്ന് വിചാരിക്കാം. ഇതൊരു സ്റ്റാർ. ഈ സ്റ്റാർ എർത്തിൽ നിന്ന് അകലേക്ക് പോകുന്ന ഒരു സ്റ്റാർ ആണെങ്കിൽ, സ്റ്റാർ പുറപ്പെടുവിക്കുന്ന കളറ് വയലറ്റ് ആണെങ്കിൽ പോലും
എർത്തിൽ നിൽക്കുന്ന ആൾക്കത് റെഡായിട്ട് ഫീൽ ചെയ്യുന്നതാണ് റെഡ് ഷിഫ്റ്റ്. നേരെ തിരിച്ച് ഈ സ്റ്റാർ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്ത് തോന്നും? സ്റ്റാറിൻ്റെ ലൈറ്റ് ഗ്രീനോ യെല്ലോയോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്കത് തോന്നുന്നത് വയലറ്റ് ആയിട്ടായിരിക്കും. അതാണ് ബ്ലൂ ഷിഫ്റ്റ്. ഇഫ് ദ സോഴ്സ് മൂവ് എവേ ഫ്രം ദ സ്റ്റേഷനറി ഒബ്സർവർ, ന്യൂ ഡാഷ് ഈസ് ന്യൂ ഇൻറ്റു 1 - v/c. ഇപ്പോൾ സാധാരണ രീതിയിൽ റെഡ് ഷിഫ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് സ്റ്റാറുകൾ പലതും എർത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണുള്ളത്. റെഡ് ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാറുകൾ എർത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറുകളിൽ നിന്നോ ഒക്കെ അകന്നു പോകുമ്പോൾ, അകന്നു പോകുന്ന സ്റ്റാറുകൾ ഹൈ സ്പീഡിലാണ് പോവുക. അങ്ങനെ ഹൈ സ്പീഡിലെ സ്റ്റാറുകൾ അകന്നു പോകുമ്പോൾ അവ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസിയിലല്ല അത് എർത്തിലുള്ള ആൾ ഒബ്സർവ് ചെയ്യുക. ഫ്രീക്വൻസി കുറയുന്നതായിട്ട് അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്നതായിട്ട് തോന്നുന്നു. ഇപ്പോൾ എമിറ്റ് ചെയ്യുന്ന കളറ് യെല്ലോയോ ഓറഞ്ചോ ഒക്കെ ആകാം. പക്ഷെ നമ്മൾ എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് റെഡായിട്ട് ഫീൽ ചെയ്യുന്നതാണ് റെഡ് ഷിഫ്റ്റ്. ഇതുപോലുള്ള റെഡ് ഷിഫ്റ്റ് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ മെഷർ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാറുകൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബിഗ് ബാങ് തിയറിയിലേക്കൊക്കെ വരുന്നത്. അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടൊക്കെ വരുന്നത് റെഡ് ഷിഫ്റ്റ് എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതായത് റിഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടു, റിഫ്രാക്ഷനോട് കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതുപോലെ ഡോപ്ലർ എഫക്റ്റ് ലൈറ്റിൻ്റെ കേസിലും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുക, നോട്ട്സ് എഴുതി പഠിക്കുക, ഡെറിവേഷനുള്ള ടോപ്പിക്സ് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. താങ്ക് യു.